എന്താണ് ഈ പാസീവ് സ്മോക്കിംഗ്? അതായത് നമ്മൾ ഉപയോഗിച്ചിട്ട് വിടുന്ന പുക നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, ഭാര്യമാര്, മക്കള് അവരൊക്കെ വിശ്വസിക്കാനിടയായാൽ അതിനെയാണ് നമ്മൾ ഈ പാസീവ് സ്മോക്കിംഗ് എന്ന് പറയുന്നത്. നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, ആക്റ്റീവ് സ്മോക്കിങ്ങിൽ ഉണ്ടാകുന്ന അതേ പ്രശ്നങ്ങൾ ഈ പാസീവ് സ്മോക്കിങ്ങിലും ഉണ്ടാകും. നമുക്കറിയാം പലപ്പോഴും, അതായത് നമ്മുടെ ഭാര്യമാര് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയങ്ങളിലൊക്കെ നമ്മുടെ ഭർത്താക്കന്മാര് ഈ സിഗരറ്റ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിന്റെ ആ ഒരു പുക ശ്വസിക്കാനിടയായാൽ നമുക്കുണ്ടാകുന്ന കുട്ടികൾക്ക് ചില വൈകല്യങ്ങൾ, അവർക്ക് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ അവർക്ക് കാഴ്ച സംബന്ധമായ, നമ്മളിപ്പോൾ ചുറ്റും നോക്കിയാൽ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ഈ 3ാം ക്ലാസ്സിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്ക് വരെ ഉള്ള ഒരു സാധനമാണ് സ്പെക്സ്, അല്ലേ? അത് എന്തുകൊണ്ടാണ്? അതായത് കൊച്ചു കുട്ടികൾ വരെ, നമ്മുടെ ഈ പണ്ടുകാലത്ത് ഈ കണ്ണട എന്ന് പറയുന്ന സംഭവം അങ്ങനെ ഉപയോഗിക്കാത്ത സംഭവമാണ്. പക്ഷെ ഇപ്പോഴും കൊച്ചു കുട്ടികൾക്ക് വരെ സ്പെക്സ് മറ്റു കാര്യങ്ങളൊക്കെ, അവർക്ക് കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്, മൈഗ്രെയിനിന്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇവയ്ക്കൊക്കെ കാരണമാകുന്ന ഒരു കോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാസീവ് സ്മോക്കിംഗ്